നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു: മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹമുള്ളവനോ സമ്പത്തുണ്ടാക്കുന്നു. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്നൊരു കഥ കേട്ടാലോ? 2 യുവാക്കളുണ്ടായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. 2 പേർക്കും 2 ബിസിനസ് ആയിരുന്നു. ഒരാൾ ഹോട്ടലായിരുന്നു, ഒരാൾ തുണിക്കടയായിരുന്നു, ടെക്സ്റ്റൈൽസ് ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വർഷങ്ങളോളം നല്ല പരിചയക്കാരാണ്. നല്ല രീതിയിൽ ബിസിനസ് വരുന്നുണ്ട്, നല്ല രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമയത്ത് 2 പേരുടെയും ഷോപ്പ് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് ഓണർ പറയുകയാണ്. അങ്ങനെ 2 പേരും വളരെ വിഷമത്തോടു കൂടി ആ 2 ഷോപ്പ് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസം കടന്നു പോയപ്പോൾ 2 പേർക്കും ദരിദ്രത വരികയാണ്. അപ്പോൾ ഇവരിങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ ഇനി എന്ത് ചെയ്യും? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് വരുമല്ലേ. പ്രത്യേകിച്ച് ഈ ഹോട്ടൽ നടത്തുന്ന ആളോട് എന്താണ് മറ്റ് ആൾക്കാർ വന്ന് അടപ്പിച്ചതാണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ, കടബാധ്യതയാണോ, എന്താണ് കാരണം, നിങ്ങൾ എന്തുകൊണ്ട് ഷോപ്പ് തുറക്കുന്നില്ല? ഇതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ടെക്സ്റ്റൈൽസുകാരോടും ചോദിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ ഹോട്ടൽക്കാരൻ ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും വിഷമസന്ധികൾ ഉണ്ടായിട്ടും ഇത്രയും ആൾക്കാർ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് കണ്ടിട്ടും ഇയാൾ തളർന്നു പോകാതെ ഉടനെ ഒരു തട്ടുകട തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസുകാരാവട്ടെ ഇത്രയധികം വർഷം ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് ജോലി ചെയ്ത് ഇത്രയും സമ്പാദിച്ച് പെട്ടെന്ന് ആ ടെക്സ്റ്റൈൽസ് ആ കട തന്നെ വിട്ട് അകന്നു പോയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വലിയ വിഷമവും സങ്കടവും പ്രയാസങ്ങളൊക്കെ വന്നത് കാരണം തന്നെത്താൻ താഴ്ന്ന് വളരെയധികം പ്രയാസപ്പെട്ട് തളർന്നു പോകുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അപ്പോൾ ഈ ഹോട്ടൽ ഉടമയായ ആ മനുഷ്യൻ ഇദ്ദേഹത്തെ വിളിക്കുവാണ്, നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, അല്ല എങ്കിൽ നമ്മുടെ ഫാമിലി മുഴുവനും ദരിദ്രതയിൽപ്പെട്ടു പോവും. അതുകൊണ്ട് നീ ഇങ്ങനെ വെറുതെ കിടക്കാതെ എൻ്റെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് തട്ടുകടയിൽ 2 പേർക്കും കൂടെ ഒന്നിച്ച് നിന്നാലോ, അല്ലെങ്കിൽ നിനക്ക് തുണി വ്യാപാരം പുറത്ത് തുടങ്ങിയാലോ? ഇദ്ദേഹത്തിന് അതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തുണി വ്യാപാരം പുറത്ത് തുടങ്ങുക എന്ന് വെച്ചാൽ തൻ്റെ ആ സ്ഥാപനം തനിക്ക് നഷ്ടപ്പെട്ടു. ഒരു ഭിക്ഷക്കാരനെ പോലെ ഒരു വഴി അരികിൽ ഇങ്ങനെ തുണി വിറ്റുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടുള്ളൊരു കാര്യമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. പക്ഷേ നമ്മുടെ ഹോട്ടൽ ഉടമസ്ഥൻ ഒരു നല്ല തട്ടുകട തുടങ്ങുകയും അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും പ്രാബല്യത്തിലെത്തുകയും നല്ല ഫേമസ് ആവുകയും അതിൽ നിന്ന് സമ്പാദ്യം വന്നു തുടങ്ങുകയും ചെയ്തു. ഇനി എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് അറിയാം. അനുപഠിക്ക് കോൾ വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഷൈനിയാണ്. ഓക്കെ ഷൈനി, എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോനും ഹസ്ബൻഡും. മോൻ എന്ത് ചെയ്യുന്നു? 1ാം ക്ലാസ്സില്. ഹസ്ബൻഡ് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു ലൈഫൊക്കെ? അതെ അതെ. ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ മോൻ എങ്ങനെയാ പഠിക്കാനൊക്കെ? മിടുക്കനാണോ? മിടുക്കനാണ്, കുഴപ്പമില്ല. ഓക്കെ ഷൈനി, നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ഓക്കെ, അപ്പൊ ഷൈനി ചേച്ചിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇതൊക്കെ നിശ്ചയമായി സംഭവിക്കുമെന്ന് ജനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇതാണ് ചോദ്യം. യഹോവയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ് മനസ്സിലാക്കിയത്. ശരി ഉത്തരവാണ് ചേച്ചി, യഹോവയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇവയിൽ നിന്നും നിഷ്ഫലമാകുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്ന് യഹോവയുടെ വായ് കൽപ്പിച്ചത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്?
യഹോവയുടെ പുസ്തകത്തിലാണ്. യഹോവയുടെ പുസ്തകത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ശരി ഉത്തരവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ഷൈനി ചേച്ചി ഏത് പള്ളിയിലാണ് പോകുന്നത്? ഏത് ചർച്ചിലാ? AG ചർച്ചിലാണ്. AG ചർച്ചിലാണ്. ഓക്കെ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ആരാധനയൊക്കെ? എങ്ങനെയാണ്? നല്ലതാണോ? സൺഡേ സ്കൂളൊക്കെ ഉണ്ടോ? സൺഡേ സ്കൂളൊക്കെ ഉണ്ട്. ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച മാത്രമാണ് വർഷിപ്പ് വരുന്നത്? ഇല്ല, ഇടയ്ക്കൊക്കെ വരും പ്രാർത്ഥന. വെള്ളിയാഴ്ചയുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? പോകാറുണ്ട്. അപ്പം മോൻ എങ്ങനെയാണ്? മോൻ സ്കൂളിൽ പോവല്ലോ, അവധിയുള്ള ദിവസം കൊണ്ടുപോകും. സൺഡേ ഒക്കെ പോവാറുണ്ട്? കൊണ്ടുപോകാറുണ്ട്. അപ്പം ചർച്ചിൽ എങ്ങനെയാണ്? നല്ല ആക്റ്റീവ് ആണോ? ആക്റ്റീവ് ആണ്. ഓക്കെ ചേച്ചി. അപ്പം നമുക്ക് ചേച്ചി പാട്ടൊക്കെ പാടാറുണ്ടോ? ഞാൻ പാടാറില്ല. പാടാറില്ല. അപ്പൊ ചേച്ചിക്ക് എന്തിലാണ് കൂടുതൽ താല്പര്യം? എന്താ ചേച്ചി? ആരാധനയ്ക്ക് മാത്രമേ പാടാറുള്ളൂ. ഓക്കെ, അത് മതിയാവും. ഒരു 4 വരി നമുക്ക് വേണ്ടി പാടാവോ? ദീപമായി വന്നുവല്ലോ, കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എന്റെ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എന്റെ ദൈവമേ, നന്ദി എന്നേശുപരാ. ഹലോ, നന്നായിട്ട് പാടി കേട്ടോ. ഇതാണോ പാടാറില്ല, പാടില്ല എന്നൊക്കെ പറഞ്ഞേ? പള്ളിയിൽ മാത്രമേ പാടാറുള്ളൂ. പാടണം. നല്ല ശബ്ദം ദൈവം തന്നിട്ടില്ലേ, അത് വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ ചേച്ചി. നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു പാട്ടാണിത്. എപ്പോഴും എൻ്റെ നാവിൽ ഇങ്ങനെ വരും ഈ ഒരു പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് തന്നെ ചേച്ചി പാടി. ഓക്കെ ചേച്ചി, അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ചേച്ചിക്ക് വേണ്ടിയുള്ള 3rd ക്വസ്റ്റ്യൻ ഇതാണ്. കൂടുണ്ടാക്കി മുട്ടയിട്ട് വിരിയിക്കുകയും കുഞ്ഞുങ്ങളെ തന്റെ നിഴലിൻ കീഴിൽ ചേർത്ത് കൊള്ളുകയും ചെയ്യുന്നത് ആരാണ്? മൂങ്ങ. എല്ലാ പക്ഷികളും അങ്ങനെ തന്നെയാണ്, പക്ഷെ മൂങ്ങയാണ് ഇവിടുത്തെ ഉത്തരം. ശരി ഉത്തരമാണ് ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, പക്ഷെ അതിന് മുൻപായിട്ട് ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മടിയരെ കുറിച്ചും അല്ലെങ്കിൽ ഉത്സാഹമുള്ളവരെ കുറിച്ചൊക്കെ ആണ് അല്ലേ? അപ്പോൾ ഈ മടിയുള്ളവരെന്ന് പറയുന്നത് എപ്പോഴും ദരിദ്രരായിരിക്കും. അതായത് ഹാർഡ് വർക്ക് ചെയ്യാത്തവരൊക്കെയും നശിച്ചു പോവുകയാണ് ചെയ്യുമല്ലേ. ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ ഹാർഡ് വർക്ക് അത്യാവശ്യമാണ് അല്ലേ ചേച്ചി? അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായം എന്താണ് അതിനെപ്പറ്റി? എന്ന് വെച്ചാൽ എങ്ങനെയുള്ളവരായിരിക്കണം? ഉത്സാഹമുള്ളവരായിരിക്കണം എന്നാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കണം, കഠിന അധ്വാനികളായിരിക്കണം നമ്മൾ ഓരോരുത്തരും അല്ലേ? എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുകയുള്ളൂ. ചേച്ചിയുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഹാർഡ് വർക്ക് ചെയ്ത് ചേച്ചിക്ക് വിജയം കൈവരിച്ച എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ പഠിക്കുന്ന സമയത്തൊക്കെ? പഠിച്ചിട്ടൊക്കെ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പഠിക്കാതെ പോയ സമയത്ത് എന്താണ് എഴുതാൻ പറ്റാതെ വീർപ്പ് മുട്ടിയിട്ടുണ്ട്? ഓക്കെ, അപ്പം പഠിച്ചു പോകുന്നവര്, അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെ എന്താണ് സമ്പന്നരാകുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്ത് എപ്പോഴും എന്താണ് സമ്പന്നരായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. ഉല്ലസിച്ച് പനിനീർ ചെടി പോലെ പുഷ്പിക്കുന്നത് എവിടെയാണ്? ഇതാണ് ചോദ്യം. ശരി ഉത്തരമാണ് ചേച്ചി, നിർജ്ജന പ്രദേശത്ത്. ഓക്കെ ചേച്ചി, ഇപ്പൊ 4 ചോദ്യവും ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. ഹാപ്പി ആയോ? ഓക്കെ ചേച്ചി, ഇനി വിളിക്കോ? വിളിക്കണം, തീർച്ചയായിട്ടും വിളിക്കണം കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു. ഇപ്പൊ
നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ഷൈനി ചേച്ചിയായിരുന്നു. അപ്പോൾ ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രണ്ട് ചെറുപ്പക്കാർക്കും തൻ്റെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുവാണ്. പക്ഷെ ഒരാൾ അതിൽ തന്നെ മടുത്തു പോകാതെ അദ്ദേഹം ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ ഒരു തട്ടുകട തുടങ്ങുകയും മറ്റുള്ളവർ കളിയാക്കും, നിന്ദിക്കും, ഇതൊക്കെ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടും ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഇരുന്ന ഒരാൾ അതിനെ അടച്ച് ഒരു ചെറിയ തട്ടുകടയിലേക്ക് ഒതുങ്ങി എന്ന് കാണുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും കളിയാക്കുകയും അവർ തന്നെയായിരിക്കും ഒരു ചർച്ചാ വിഷയം ആ ഒരു സൊസൈറ്റിയിൽ. അതെല്ലാം മനസ്സിലാക്കിയിട്ടും അദ്ദേഹം ആ ഒരു സ്ഥാപനത്തിൽ ഇതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം അധ്വാനിക്കുവാണ്. പക്ഷേ ഈ മറുവശം ചിന്തിക്കുകയാണെങ്കിൽ ഈ ടെക്സ്റ്റൈൽസ് നഷ്ടപ്പെട്ട ഈ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു നാണക്കേട്, അല്ലെങ്കിൽ ഇനിയൊരു ചെറിയൊരു കടയിലേക്ക് ഒതുങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു കടയിൽ ഒരു സ്റ്റാഫായിട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ളവർ കളിയാക്കുമല്ലോ, തന്നെ നിന്ദിക്കുമല്ലോ എന്ന് കരുതി ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ എത്ര നിർബന്ധിച്ചിട്ടും തന്നോടുകൂടെ പോലും ജോലി ചെയ്യാനായിട്ട് ഇദ്ദേഹം കൂടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഇപ്പുറത്തെ വശത്ത് ഈ തട്ടുകട ഇട്ട ഈ ഒരു വ്യക്തി അദ്ദേഹം ജീവിതത്തിൽ സമ്പന്നനായി മാറുന്നത് നമുക്ക് ഭാവിയിൽ കാണാനായിട്ട് സാധിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും മറ്റുള്ളവരെ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കാതെ അദ്ദേഹത്തിൻ്റെ കഴിവ് ഒരു ചെറിയ സ്ഥാപനമായാലും വലിയ സ്ഥാപനമായാലും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. തനിക്കുള്ള കഴിവിനെ മൂടി വയ്ക്കാതെ അതിനെ പുറത്ത് കാണിക്കുക എന്ന് തന്നെയാണ് വചനവും നമ്മെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? സാറാമ്മ ജോസഫ് ഫ്രം കോട്ടയം പുല്ലിരിക്കുന്നു. ഓക്കെ ആൻറ്റി, സുഖാണോ? കൃപയാല് പോകുന്നു. ഓക്കെ, അപ്പോൾ വീട്ടില് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പച്ചനൊക്കെ വീട്ടില് ഇപ്പൊ കൊച്ചുമോള് വന്നിട്ടുണ്ട് കോളേജിൽ നിന്ന്. കൊച്ചുമോള് സുഖമായിരിക്കുന്നോ? കൊച്ചുമോള് സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം സാറാമ്മ ആൻറ്റി ഇപ്പോഴത്തെ പരിപാടി എന്താണ്? ഹോബീസ് ഒക്കെ എന്താണ്? എന്തൊക്കെ ചെയ്യുന്നു? ഹോബീസ് എന്ന് പറഞ്ഞാൽ വായിക്കും. ഓക്കെ, വായന മാത്രം? പിന്നെ വായന, കുക്കിങ്, പിന്നെ അല്പം ഗാർഡനിങ്, അതൊക്കെ ഉണ്ട്. അന്ന് പറഞ്ഞിരുന്നില്ലേ ഗാർഡനിങ് ഉണ്ടെന്ന്, ഇപ്പോ റീസെന്റ് തുടങ്ങിയെന്ന് പറഞ്ഞു. ഏതുവരെയായി? അത് ചെടി പിന്നെ ചട്ടിയിലൊക്കെ കൊണ്ടുവന്നേ, ഇടുക്കിന്നൊക്കെ പോയിട്ട് മോനൊക്കെ വരുമ്പം വാങ്ങിക്കൊണ്ടുവരും. പുതിയ ഐറ്റം ഒക്കെ കൊണ്ടുവരും. ഓക്കെ, അതിനെയൊക്കെ പരിപാലിച്ചൊക്കെ പോകുന്നു. അങ്ങനെ പോകുന്നു. ഇന്ന് നേരം വെളുത്തിട്ട് ഒന്നും ചെയ്തില്ല. നിങ്ങളുടെ വീട്ടിൽ വരുന്ന വെറുതെ ഇരുന്ന് ടിവിയില് വചന സമീക്ഷ കേട്ട് അന്നേരമാണത് കണ്ടത്. ഓക്കെ, ഇന്നൊന്നും ചെയ്തില്ല. ഒരു വിളി വന്നപ്പോ എനർജി ആയി. ഓക്കെ ആന്റി, അപ്പൊ ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഒന്ന് എനർജി ആയത്. അതെ അതെ, അതുവരെ ഞാനിരുന്നു വചനമൊക്കെ കേൾക്കുന്നതൊക്കെ ആയിരുന്നു. ഓക്കെ ആന്റി, അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആയിക്കോട്ടെ മോനെ. ഓക്കെ, അപ്പൊ നമ്മുടെ സാറാമ്മ ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. തങ്ങളുടെ ശത്രുക്കളുടെ നേരെ തന്റെ ജനത്തെ എങ്ങനെയാക്കി തീർക്കുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? പുതിയത് മൂർച്ചയേറിയതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി തീർക്കും. ശരി ഉത്തരവാണ് ആന്റി. പുതിയതും മൂർച്ചയുള്ളതും പല്ലുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കി തീർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആയിക്കോട്ടെ. അതിനു മുൻപായിട്ട് ആന്റി നമുക്കൊരു പാട്ട് പാടി തരുമല്ലോ? ഒരു പാട്ട് പാടാം. ഓക്കെ ആന്റി, പാടിക്കോളൂ. ഒരു പഴയ ദേവദാസനെ സഞ്ചിയൊക്കെ തൂക്കി വീട്ടിൽ വന്നപ്പം ഞാൻ കൊച്ചായിരുന്നപ്പം കേട്ടൊരു പാട്ടാ, അതിപ്പം മനസ്സിലോട്ട് വന്നു. ഓക്കെ ആന്റി, പാടിക്കോളൂ. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും, ആരവീടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ ദൈവകോപത്തിൽ നീയും വെന്തലിഞ്ഞു ചാകരുതേ, നിത്യാദിയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക. സൂര്യനന്നിരുളായിടും,
കൂരിരുൾ ധരമൂടിയിടും പാപമങ്ങനെ ചെയ്തവർ പരമാധിയോൾ നശിച്ചിടും, പരമാധിയോൾ നശിച്ചിടും. ഹലോ മോനെ, എന്റെ ഹലോ നല്ല മോനെ. പാട്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ ഇത് കേൾക്കുന്നേ. ഞാന് ഒരു 4-5 വയസ്സൊക്കെ ഉള്ളപ്പോ എന്റെ വീട്ടില് ഒരു സഞ്ചിയൊക്കെ തുണിസഞ്ചിയൊക്കെ തൂക്കി ഒരു ദേവദാസം വരുമായിരുന്നു. ആഹാ. ആ അപ്പച്ചൻ പാടി കേട്ട പാട്ടായത്, വളരെ കൊച്ചിലെ കേട്ടതാ. ഓക്കെ, ഇപ്പൊ അതെന്റെ മനസ്സിലോട്ട് വന്നുകൊണ്ട് പാടിയതാ. മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ, ഇത് യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള പാട്ടാണല്ലേ? അപ്പച്ചൻ മരിച്ചുപോയി. ഒരു വലിയ വിദ്യാഭ്യാസവും വലിയ ഇതൊന്നും പറയാനില്ലാത്ത പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഓക്കെ, അതിലൊന്നും കാര്യമില്ല ആന്റി. കാരണം യേശു തെരഞ്ഞെടുത്തവരെല്ലാവരും വിദ്യാഭ്യാസത്തിലൊക്കെ പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് അവസാനം വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. അപ്പച്ചന് അപ്പിയറൻസിൽ ആർക്കും വലിയ പ്രാഗൽഭ്യമൊന്നും തോന്നുകയില്ലെങ്കിലും ഈ പാട്ട് വളരെ എനിക്ക് ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി. ഓക്കെ, അതിന്റെ അർത്ഥമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അത് ഓർത്തെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ ആന്റി, കേട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? രണ്ടാമത്തെ ആയിക്കോട്ടെ മോനെ. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പുതിയതും മൂർച്ചയുള്ളതും പല്ലുള്ളതുമായ മെതിവണ്ടി കൊണ്ട് അവർ എന്തു ചെയ്യുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ തകർക്കുകയും ചെയ്യും. ശരി ഉത്തരവാണ് ആന്റി. അവർ പർവ്വതങ്ങൾ മെതിച്ചു പൊടിയാക്കുകയും കുന്നുകളെ പതിര് പോലെ ആക്കുകയും ചെയ്യും. ബൈബിളിന്റെ വ്യത്യാസമാണ്, സാരമില്ല ആന്റി. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. പൊടിയും പതിരുമാക്കിയ ശത്രുക്കളുടെ അവസ്ഥ എന്താകും? കാറ്റ് അവരെ പറപ്പിച്ചുകൊണ്ട് പോകും. കാറ്റ് അവരെ പറപ്പിക്കും. ചുഴലിക്കാറ്റ് എന്ത് ചെയ്യും? ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കൊണ്ടുപോകും. ചിതറിച്ചു കൊണ്ടുപോകും. വളരെ ശരി ഉത്തരവാണ്. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. ഓക്കെ, ശരി ഉത്തരമാണ് ആന്റി. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? ആയിക്കോട്ടെ മോനെ. ഓക്കെ ആന്റി, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. ദരിദ്രനും പാവപ്പെട്ടവനും അന്വേഷിച്ച് നടക്കുന്നത് എന്താണ്? ദരിദ്രനും പാവപ്പെട്ടവനും അന്വേഷിച്ചു നടക്കുന്നത് എന്താണ്? വെള്ളം തെരഞ്ഞവര് നടക്കും. വെള്ളം. ശരി ഉത്തരവാണ് ആന്റി. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരിയായിട്ട് ഉത്തരം നൽകിയിരിക്കുവാണ്. ഓക്കെ ആന്റി, അപ്പോ ഇനി നമ്മളെ വിളിക്കുമല്ലോ? തീർച്ചയായിട്ടും. വാക്യം പറയണ്ടേ? അയ്യോ, പറയണം, തീർച്ചയായിട്ടും പറയണം. പറഞ്ഞോളൂ ആന്റി. പൗലോസ് ഫിലിപ്പി ലേഖനത്തില് 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകട്ടെ. അതിന് 5-ാമത്തേല് പറയുമ്പോഴത്തേക്കും പൗലോസ് പറഞ്ഞിരിക്കുന്നു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കത്ര വേണ്ടത്. ഇത് വളരെ ഇഫക്റ്റീവായിട്ട് വളരെ ഉള്ളിൽ തട്ടുന്ന ഒരു വാക്യമാണ്, ഒരു വചനമാണ്. തീർച്ചയായിട്ടും ആന്റി, എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നാണ് ദൈവം പറയുന്നേ. നിങ്ങളെ യേശുവിനോട് പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ സ്തോത്രത്തോടെ എന്ത് വേണം എന്ന് വെച്ചാൽ ദൈവത്തോട് ചോദിക്കുക, അതുപോലെ സ്തോത്രത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുക. ഇത് തന്നെയാണ് ക്രിസ്തുവിൽ ദൈവ ഇഷ്ടം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ശരി, അത്രയും കൂടി ബാക്കി പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ ആന്റി, അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണത്. ഓക്കെ ആന്റി, അപ്പൊ താങ്ക് യു, വിളിച്ചതിൽ വളരെ സന്തോഷം. നമ്മളിപ്പോൾ വിളിച്ചത് സാറാമ്മ ആൻറ്റി ആയിരുന്നു. നമ്മൾ എപ്പോഴും വിളിക്കുന്നൊരു ആൻറ്റിയാണ്. വളരെ സന്തോഷം ആൻറ്റിയോട് സംസാരിക്കുന്നതിൽ. ഓക്കെ, ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻറ്റി. അപ്പോൾ നമുക്ക് നമ്മുടെ ആ വചനത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ മടിയന്മാരെക്കുറിച്ചും ഉത്സാഹികളെക്കുറിച്ചുമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതിൽ ചില ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല, എത്ര അധ്വാനിച്ചെന്ന് പറഞ്ഞാലും ഭാഗ്യം കൂടെ തുണച്ചാലേ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുമെന്ന്. അതിലാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ
ഇപ്പോൾ ഒരുപാട് അധ്വാനിക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കുന്നു. ബൈബിൾ പ്രകാരം പറയുന്നുണ്ട്, എന്താണ്, ആരൊക്കെ കാവൽ നോക്കിയാലും, അതായത് പട്ടണത്തെ ആരൊക്കെ കാത്താലും കാവൽക്കാരനായിട്ട് നിന്നാലും ശരി, ദൈവം അവിടെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പണിക്കാർ വെറുതെ അധ്വാനിക്കുന്നു അല്ലേ? അപ്പോൾ എന്താണ്, പട്ടണം കാവൽക്കാർ വെറുതെ ജാഗരിക്കുന്നു എന്ന വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രത്തോളം കഠിനാധ്വാനം ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമുണ്ട്. ആ ഒരു ഭാഗ്യം കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, വലിയ ഉയരങ്ങളിലേക്ക് സമ്പാദ്യങ്ങൾ നേടുവാനും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ തന്നെ നോക്കിയാൽ ഇദ്ദേഹം വന്നിട്ട് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ലൈഫിൽ സക്സസ് ആവുന്നു. പക്ഷേ ഇദ്ദേഹത്തിനൊരു ചെറിയ കള്ളത്തരമോ അല്ലെങ്കിൽ ചതിയോ വഞ്ചനയോ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിലോ ഒരിക്കലും അയാൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ രക്ഷപ്പെടുകയില്ല. അത് അടിവരയിട്ട് പറയാനായിട്ട് സാധിക്കും. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ തലമുറയ്ക്ക് ആ ഒരു സമ്പാദ്യം വിളങ്ങുകയില്ല എന്നുള്ളത് സത്യമായുള്ള കാര്യമാണ്. അത് തന്നെയാണ് നമ്മളെ വചനവും പഠിപ്പിക്കുന്നത്. അപ്പോൾ എപ്രകാരം ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും അത് സത്യസന്ധമായി ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ സെബിന. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ അംബികാപുരം. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ പ്ലസ് ടു പഠിക്കുക. +2 പഠിക്കുവാണ്. ഏത് സബ്ജക്റ്റാ? ഞാൻ ബയോളജി സയൻസ്. എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? ഈസി ആണോ? കുഴപ്പമില്ല. ഓക്കെ, പഠിക്കുന്ന ആള് മിടുക്കനാണോ? അതും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലോട്ട് കടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടമാണ്? ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ സെബിന് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കിഴക്ക് നിന്ന് ഉയർത്തി തൻ്റെ പാദപീഠത്തിലേക്ക് വിളിച്ച് ജനതകളെ നൽകിയത് ആർക്കാണ്? ഒന്നുകൂടെ പറയാവോ? നീതിമാനായ മനുഷ്യൻ. ശരി ഉത്തരമാണ് സെബിൻ, നീതിമാനായ മനുഷ്യന്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുവാണ്. അതിനു മുൻപായിട്ട് സെബിൻ ഏത് ചർച്ചിലാ പോകുന്നേ? ഞാൻ ഇവിടെ വീടിന്റെ അടുത്തുള്ള സെന്റ് മേരീസ് ചർച്ചിൽ. ഓക്കെ, കാത്തലിക് ആണ്. അതെ. അവിടെ എല്ലാ വർഷിപ്പിലെല്ലാം പങ്കെടുക്കാറുണ്ടോ? എല്ലാ സൺഡേയും പോവാറുണ്ടോ? പോവാറുണ്ട്. നല്ല ആക്റ്റീവ് ആണ് ചർച്ചിലൊക്കെ. ഓക്കെ, അപ്പൊ പഠിക്കുന്നതിന് മുൻപും ഒക്കെ ബൈബിളൊക്കെ വായിക്കാറുണ്ട്? ഇടയ്ക്ക്. ഓക്കെ, അപ്പം മിടുക്കനാണ്. അപ്പോൾ ഇടയ്ക്കല്ല, പതിവായിട്ട് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സെബിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ജനതകളെ നീതിമാനായ മനുഷ്യന്റെ വാളിനും അവന്റെ വില്ലിനും എന്താക്കി കളഞ്ഞു? ഒന്നുകൂടി പറയോ? ജനതകളെ നീതിമാനായ മനുഷ്യന്റെ വാളിനും അവന്റെ വില്ലിനും എന്താക്കി കളഞ്ഞു? പറഞ്ഞോളൂ. പൊടി പോലെയും പാടിപ്പറക്കുന്ന താളടി പോലെയും. ശരി ഉത്തരവാണ് സെബിൻ. പൊടി പോലെയും പാറിപ്പോകുന്ന താളടി പോലെയും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ സെബിന് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദൈവത്തിന്റെ ന്യായവിധിയിൽ ജനതകൾ സഹായത്തിനായി ആരെയാണ് സമീപിച്ചത്? ഓരോരുത്തരും തന്റെ അയൽക്കാരെ സഹായിക്കണം. ശരി ഉത്തരമാണ്. ഓരോരുത്തരും തന്റെ അയൽക്കാരനെ സഹായിച്ചു. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാൻ മുൻപായിട്ട് സെബിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഞാന്, ചേട്ടൻ, അപ്പ, അമ്മ. ഓക്കെ, ചേട്ടൻ എന്ത് ചെയ്യുക? ചേട്ടൻ വർക്ക് ചെയ്യുന്നു. ആഹാ, ചേട്ടനും അനിയനുമായിട്ട് എങ്ങനെയാണ്? എപ്പോഴും അടിയാണോ? അത് നല്ല സ്നേഹമാണോ? ഇടയ്ക്കടിയാ. ചിരി കേട്ടപ്പോ മനസ്സിലായി. ഓക്കെ, എന്തിനാ കൂടുതൽ അടി കൂടുന്ന? എന്തിനാ?
അത് അങ്ങനെയൊന്നുമില്ല. എന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ ചുമ്മാ അടിയുണ്ടാവും. ആഹാ, ഓക്കെ. അപ്പൊ നിങ്ങളിൽ ആരാ ഏറ്റവും മടിയൻ? രണ്ടുപേരും. രണ്ടുപേരും മടിയന്മാരാണ്. ഓക്കെ, അതിൽ നല്ല ഉത്സാഹികളായിട്ട് മാറണം കേട്ടോ. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആ ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം സെബിന് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. റെഡിയാണല്ലോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പരസ്പരം ധൈര്യപ്പെടുത്തിയത് ആരെല്ലാമാണ്? ഏ പരസ്പരം ധൈര്യപ്പെടുത്തിയത് ആരെല്ലാമാണ്? ആശാരി തട്ടാനും ഉം. പിന്നെ പറഞ്ഞോളൂ. അങ്ങനെ എന്തോ. കൊല്ലൻ. പറഞ്ഞോളൂ. അയ്യോ, കൊല്ലൻ എന്ത് തല്ലുന്നവനെയാണ്? കൂടം തല്ലുന്നവന്. ശരി ഉത്തരവാണ് സിബിൻ. ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും. ഓക്കെ, അപ്പൊ അടുത്ത ആരാ ഹെൽപ്പർ ആയിട്ടിരുന്നേ? ചേട്ടനാണോ? അല്ല, കൂട്ടുകാരനെ. കൂട്ടുകാരനാണോ? ഓക്കെ ഓക്കെ, ശരി. കൂട്ടുകാരനെ അന്വേഷിച്ചതായിട്ട് പറയട്ടോ. നമ്മുടെ പ്രോഗ്രാം ഇനി എന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ സെബിൻ, താങ്ക് യു. ഓക്കെ, നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് സെബിനായിരുന്നു. അപ്പോൾ സെബിൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക സെബിൻ, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കണ്ടന്റിലേക്ക് മടങ്ങി വരാം. അപ്പോൾ എപ്പോഴും മടിയനായിരിക്കുന്നവന് ഒരിക്കലും സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഉത്സാഹികൾക്ക് മാത്രമേ അതിനുള്ള ഒരു ഇത് വരുകയുള്ളൂ എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഭാഗ്യം മാത്രം തുണച്ചത് കൊണ്ട്, അതായത് ദൈവം മാത്രം തുണച്ചത് കൊണ്ട് നമുക്ക് ഒരിടത്തും എത്താനായിട്ട് സാധിക്കില്ല. ദൈവം തുണയ്ക്കുന്നത് കൊണ്ട് നമുക്ക് പല അവസരങ്ങളും ദൈവം നമുക്ക് തരും. പക്ഷെ അതിലേക്ക് കടക്കാനായിട്ട് നമ്മുടെ ഒരു ചെറിയ പ്രയത്നമെങ്കിലും ആവശ്യമാണ്, അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു സന്ദർഭത്തിലേക്ക്, ആ ഒരു വലിയൊരു സക്സസ്സിലേക്ക് എത്തുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരുവുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർഡ് വർക്കിങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക്, ഉന്നതിയിലേക്ക് എത്തുവാനായിട്ട് സർവ്വശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.